മുമ്പ് വീട്ടിൽ വരുന്നേരം എന്ന് പറഞ്ഞെങ്കിൽ അവരെന്തെങ്കിലും നമുക്ക് കൊണ്ടുതരും, അത് നമ്മുടെ വീട്ടിൽ തന്നെ ഇരിക്കും. ഇപ്പൊ വരുന്നേരം എന്ന് പറഞ്ഞെങ്കിൽ എന്തെങ്കിലും അവർ കൊണ്ടുതരും, എന്നിട്ട് നമ്മുടെ മുമ്പിൽ വെച്ചാൽ അവർ തുറക്കും, എന്നിട്ട് അവരും നമ്മളും കൂടി ഇരുന്ന് തിന്നും. ആത്മഹത്യാപരമായ തീരുമാനമാണ് അമ്മാമ്മയുടെ പ്രാർത്ഥിക്കാന്ന് വെച്ചാൽ. ബോധമുള്ളപ്പോൾ തന്നെ അമ്മാമ്മ 1 മണിക്കൂർ പ്രാർത്ഥിക്കും. ഇതിന് ബോധക്കുറവുണ്ട്, അതുകൊണ്ട് എന്തൊക്കെയാണ് ചെല്ലിയേക്കണമെന്ന് ഒരു പിടിയില്ല. അതൊക്കെ ചെല്ലി തീരുമ്പോൾ ഒരു 2 മണിക്കൂറാകും. അമ്മമാര് ഒരു പ്രസവം നടത്തുമ്പോൾ അപ്പന്മാര് അതേസമയം 3 പ്രസവം നടത്തും. ഒരു സ്ത്രീ പ്രസവിക്കാനായിട്ട് ആശുപത്രിയിലേക്ക് അല്ലെങ്കിൽ ലേബർ റൂമിലേക്ക് പോകുമ്പോൾ ആ സ്ത്രീയുടെ ചിന്ത എന്തായിരിക്കും? അപ്പാ ഈ അമ്മനെ എവിടെ നിന്നാണ് കിട്ടിയെന്ന് ചോദിക്കും. ഭാര്യ വീട്ടിൽ നിന്ന് കിട്ടിയാണ്. ഇടയ്ക്ക് കൊണ്ട് ആക്കണമെന്ന് തോന്നാറില്ലേ കാട്? തോന്നിട്ട് 1000 പേർക്ക് കല്യാണം വിളിച്ചിട്ടുണ്ടെങ്കിൽ പള്ളിയിൽ 50 പേരുണ്ടാവും. ബാക്കിയൊക്കെ തിന്നാൻ വരും. നാണാവില്ല നിങ്ങൾക്ക്? മാമോദീസ കൂടി, മാമോദീസക്ക് ഇതുവരെ കാണാത്ത ആൾക്കാരുണ്ടാവും ഇവിടെ ഇല്ലേ? കണ്ടോ മാമോദീസ? എനിക്ക് തോന്നണല്ലോ നിങ്ങളുടെ ചിലപ്പോൾ മാമോദീസ കണ്ടത്തെ ബോധം ഉണ്ടായില്ല. മാമോദീസക്ക് വിളിക്കും. അപ്പൊ എന്ത് ചെയ്യും നമ്മൾ? ഒരു കിറ്റൊക്കെ ആയിട്ട് അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടാവാമോ, ഒരു പൊതിയൊക്കെ ആയിട്ട് പോകും. സംഭവത്തിന് ചിലപ്പോൾ ഞാൻ ചോദിക്കാം, രാവിലെ പള്ളിയിൽ വന്നിട്ടോ? പള്ളിയിൽ വരാൻ പറ്റില്ല വെച്ചാൽ എന്താണ് 4 മണിക്ക് എഴുന്നേറ്റ് പോകണമെന്ന് പറയും. അപ്പൊ ഞാൻ വിരിച്ചു വല്ല ആരാധന ഇല്ല വെച്ചാൽ മറ്റേ പൂട്ടീഷൻ 4 മണിക്കാണ് വിളിച്ചേക്കണേ. കത്തോലിക്ക കുടുംബത്തിന്റെ അഹങ്കാരം എന്ന് പറയുന്നത് ഞാൻ എന്ന കുടുംബം അല്ലെങ്കിൽ എൻ്റെ കുടുംബം പിറന്നു വീണത് പരിശുദ്ധ അമ്മയുടെ മടിയിലാണ്. ബർഗർ കണ്ടിട്ടുണ്ടോ? ബർഗർ തിന്നിട്ടുണ്ടോ? ബർഗർ തിന്നിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ ഇങ്ങനെ സാധനം? അങ്ങനെ ഒരു സാധനം തിന്നിട്ടുണ്ടാവും. ഈ ബർഗർ തിന്നണമെങ്കിൽ ഒരു പ്രത്യേകതയുണ്ട്. ഒരു വാടക എടുക്കേണ്ടി വരും. കാരണം ഇത് ഒറ്റക്കടി അടിക്കുമ്പോൾ അപ്പുറത്തെ കൂടി പ്രത്യേകിച്ച് സാധനം താഴ്ത്തുള്ളൂ. കുടുംബയൂണിറ്റിൽ ചിലപ്പോൾ ബർഗറായിട്ട് വരും ചില ചേച്ചി. കാരണം നമ്മൾ ഒരു സദസ്സിൽ നിന്ന് തിന്നാൻ പറ്റാത്തൊരു ഭക്ഷണമാണ് അതല്ലേ? ബർഗർ കൊണ്ട് വെച്ചാണ്. അപ്പം ഞാൻ ചേച്ചിനോട് പറയും, ചേച്ചി ഇത് എളുപ്പത്തിൽ തിന്നാൻ വേണ്ടിയിട്ട് ചേച്ചിനോട്, ചേച്ചി ഇത് ഒരു 8 കഷ്ണമായിട്ട് മുറിച്ചുകൊണ്ട് വരാൻ പറയും. അപ്പൊ ചേച്ചി ആയിരിക്കും അച്ഛന് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണെന്ന് ചേച്ചി അപ്പുറത്ത് പോയിട്ട് 8ആയിട്ട് മുറിച്ചിട്ട് 1 കഷ്ണം മാത്രം കൊണ്ട് തരുമെന്നേ. ഞാനിത് 8 തിന്നാലാന്ന് വിചാരിച്ചിട്ടാണ് ഈ പറയണത്. പിന്നെ അത് കുടുംബത്തിൽ ചോദിക്കാനും പറ്റില്ല. അതുകൊണ്ട് ഞാൻ ബാക്കി 7 എന്ത് ചെയ്യുന്നുള്ള കണ്ടീഷനിൽ 1 തിന്നിട്ട് വെള്ളം ഇങ്ങനെ നിൽക്കുമ്പോൾ എന്നാൽ ചേച്ചിക്ക് ഒന്ന് ചോദിക്കുക, ചെഞ്ഞി വേണമെന്ന് അത് ചോദിക്കാൻ. അങ്ങനെയുള്ള ചില അബദ്ധങ്ങൾ എനിക്ക് പറ്റിയിട്ടുണ്ട്. എന്നാൽ ഈ ബർഗർ എൻ്റെ വീട്ടിൽ അങ്ങനെ ഈ ബർഗർ അങ്ങനെ സാധാരണ കാണാറില്ല. ഒരു ദിവസം ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ വീട്ടിൽ ഒരു 3 വയസ്സ് 3.5 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടി, ആ കുട്ടിയുടെ അമ്മയോട് അമ്മ എനിക്ക് ബർഗർ വേണമെന്ന് പറയും. ആ ബർഗർ ആ വീട്ടിൽ വരാനുള്ള ഒരു സാധ്യതയില്ല. കാരണം അവർ അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ പുറത്തുനിന്ന് വാങ്ങിക്കാറില്ല. അപ്പം ഞാൻ അവിടെ കയറി ചെന്നപ്പോൾ ഞാൻ അവിടെ ഇരിക്കുന്ന അമ്മമ്മയോട് ചോദിച്ചു, എന്താണ് പ്രശ്നം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ പ്രശ്നമൊന്നുമില്ലടാ, അത് അവളുടെ വീട്ടിൽ നിന്ന് കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു കിറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായി. അപ്പോൾ അതിനകത്ത് 2-3 ബർഗർ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരെണ്ണം അതിനകത്ത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അത് അവൻ കണ്ടിട്ടുണ്ട്. അത് അവൻ അതിന് വേണ്ടിയിട്ടുള്ള കരച്ചിലാണെന്ന്. അത് നമ്മുടെ വീട്ടിലൊക്കെ വിരുന്നാര് വരും ഇല്ലേ? വിരുന്നാര് വരില്ലേ? മുമ്പ് വീട്ടിൽ വിരുന്നാരോ എന്ന് പറഞ്ഞെങ്കിൽ അവരെന്തെങ്കിലും നമുക്ക് കൊണ്ടുതരും, അത് നമ്മുടെ വീട്ടിൽ തന്നെ ഇരിക്കും. ഇപ്പൊ വരുന്നാരോ എന്ന് പറഞ്ഞെങ്കിൽ എന്തെങ്കിലും അവർ കൊണ്ടുതരും, എന്നിട്ട് നമ്മുടെ മുമ്പിൽ വെച്ചാൽ അവർ തുറക്കും, എന്നിട്ട് അവരും നമ്മളും കൂടി ഇരുന്ന് തിന്നും. അവർ തന്നെയാണ് കൂടുതൽ തിന്നാറ്. എന്തെങ്കിലും ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ അവിടെ വെച്ചിട്ട് ഇല്ല. ശ്രദ്ധിച്ചിട്ടില്ല നിങ്ങൾ? മുമ്പ് വീട്ടിൽ ആരെങ്കിലും എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്കുള്ളതാണ്. പക്ഷെ ഇപ്പൊ അവർ കൊണ്ടുവന്നിട്ട് അവരങ്ങോട്ട് തിന്നെയാണ്. നമുക്ക് കൂടെ തിന്നാൻ നിന്നാൽ നമുക്ക് കുറച്ച് നമുക്ക് കിട്ടും. അല്ലാതെ വേറെ ഇപ്പോഴത്തെ ഒരു തീറ്റയുടെ ഒരു പ്രത്യേകതയാണത്. മുമ്പ് അങ്ങനെ ഉണ്ടായിരുന്നില്ല. ഇനി ഇപ്പം മാത്രമുള്ള ഞാൻ അങ്ങനെ കണ്ടേക്കണം. അങ്ങനെ തിന്ന് ഒരുപാട് ബാക്കിയുണ്ടെങ്കിൽ അത് അവർ കൊണ്ടുപോവുകയും ചെയ്യും. കൊണ്ടുപോകാൻ വേണ്ടും ബാക്കിയില്ലെങ്കിൽ എന്നപ്പോൾ ഇവിടെ ഇരുന്നോട്ടെ എന്നുള്ളത്. വെറുതെ എന്തിനാണ് നമ്മൾ ഇഷ്ടപ്പെട്ട് കൊണ്ടുപോകണമെന്ന് വെച്ചാൽ. അതുപോലെ ബാക്കി വന്ന ബർഗർ ഫ്രിഡ്ജിലിരിക്കാം. അപ്പോൾ ഇവൻ്റെ അമ്മനോട് പറഞ്ഞു, അമ്മേ എനിക്ക് ബർഗർ വേണമെന്ന്. അവൻ തരൂല എന്ന് പറഞ്ഞു. പിന്നെയും ചോദിച്ചു, രക്ഷയില്ല. അവസാനം അമ്മ അവനോട് പറഞ്ഞു, എടാ അമ്മാമ്മനോട് ചോദിച്ചാ അമ്മാമ്മ സമ്മതിച്ചാൽ തരാം. അമ്മാമ്മയുടെ അടുത്ത് വന്നിട്ട് അമ്മാമ്മേ ബർഗർ വന്നു. അപ്പം അമ്മാമ്മ പറഞ്ഞു, എടാ ഞാൻ അത് വേണ്ട, ഇപ്പം ശരിയാവില്ല എന്ന് പറഞ്ഞു. അമ്മാമ്മ പലതും പറഞ്ഞു. അവസാനം അമ്മാമ്മ ഒരു കാര്യം പറഞ്ഞു, എടാ നീ ഒരു കാര്യം ചെയ്താൽ ഞാൻ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് അമ്മാമ്മ ചെയ്യണത്? എൻ്റെ കൂടെ പ്രാർത്ഥിക്കാനിരുന്ന ഞാൻ തരാമെന്ന്. ആത്മഹത്യാപരമായ തീരുമാനമാണ് അമ്മാമ്മയുടെ കൂടെ പ്രാർത്ഥിക്കാന്ന് വെച്ചു. ബോധമുള്ളപ്പോൾ തന്നെ അമ്മാമ്മ 1 മണിക്കൂർ പ്രാർത്ഥിക്കും. ഇതിന് ബോധക്കുറവുണ്ട്, അതുകൊണ്ട് എന്തൊക്കെയാണ് ചെല്ലിയേക്കണമെന്ന് ഒരു പിടിയില്ല. അതൊക്കെ ചെല്ലി തീരുമ്പോൾ ഒരു 2 മണിക്കൂറാവും. ഇത് അവനറിയാം. അവൻ പറഞ്ഞു, ഓക്കെ ഞാൻ തയ്യാറാണ് അമ്മാമ്മയെന്ന്. അങ്ങനെ അമ്മാമ്മയും കൊച്ചുമകനും കൂടെ പ്രാർത്ഥിക്കാനായിട്ടിരിക്കുക. ഞാനിങ്ങനെ സൈഡിൽ നിൽപ്പുണ്ട്. അപ്പം അമ്മാമ്മ അവനെ മുമ്പിൽ നിർത്തി. എന്നിട്ട് അമ്മയ്ക്ക് അഭിമുഖമായിട്ടല്ല, മറിച്ച്
ഈശോയ്ക്ക് അഭിമുഖമായിട്ട്. അപ്പോൾ ഈശോയ്ക്ക് അഭിമുഖമായിട്ട് നിർത്തിയിട്ട് ഇങ്ങനെ നെറ്റിയിൽ ഇങ്ങനെ കുരിശു വരക്കുക. പ്രിയമുള്ളവരെ, അപ്പോൾ ഞാൻ ഓർത്തത് എൻ്റെ അമ്മ എന്നെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കും അല്ലേ. നമ്മുടെയൊക്കെ ഉള്ളിൽ അവ്യക്തമായ ഒരു ചിന്തയുണ്ടല്ലേ, നമ്മുടെ അമ്മ നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്ന ഒരു ചിന്തയുണ്ടാകും. അപ്പോൾ പിന്നിൽ അമ്മ ഇങ്ങനെ മുട്ടുകുത്തി നിൽക്കും. നമ്മളെ ഇങ്ങനെ അമ്മയോട് ഇങ്ങനെ ചാരി നിൽക്കാനായിട്ട് അനുവദിക്കും. അമ്മയ്ക്ക് അഭിമുഖമായിട്ടല്ല, ഈശോയ്ക്ക് അഭിമുഖമായിട്ട്. ഈ കുഞ്ഞ് ബർഗറിന് വേണ്ടി പ്രാർത്ഥിക്കാൻ നിന്നപ്പോൾ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് കടന്നു വന്നത് ഒരു കത്തോലിക്ക ബർഗറാണ്. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത്. കത്തോലിക്ക ബർഗർ എന്ന് പറയുമ്പോൾ പിന്നിൽ എന്നോടുള്ള സ്നേഹത്തെ പ്രതി സ്പന്ദിക്കുന്ന എൻ്റെ അമ്മയുടെ ഹൃദയം, മുന്നിൽ എന്നോടുള്ള സ്നേഹത്തെ പ്രതി പൊട്ടിയൊലിക്കുന്ന എൻ്റെ ഈശോയുടെ ഹൃദയം, ഇതിനിടയിൽ ജീവിക്കുന്ന ഞാൻ. എൻ്റെ സ്ഥാനം, ഒരു കത്തോലിക്ക വിശ്വാസിയുടെ സ്ഥാനം എന്ന് പറയുന്നത് അവിടെ. പിന്നിലുള്ള അമ്മ എന്ന് പറയുന്നത് ജന്മം നൽകിയ അമ്മ മാത്രമായിട്ട് നമ്മൾ തെറ്റിദ്ധരിക്കും. മഞ്ഞുമാതാവിൻ്റെ ദേവാലയത്തിൽ ഞാൻ ഒരു ദിവസം പരിശുദ്ധ അമ്മയുടെ തിരുനാളുമായി ബന്ധപ്പെട്ട് പ്രസംഗിക്കാൻ പോയത്. പ്രസംഗം ഞാൻ അങ്ങോട്ട് ആഘോഷിച്ച് പ്രസംഗിച്ചു. ഏതാണ്ട് ഒരു 20-25 മിനിറ്റ് പ്രസംഗിച്ചു. പ്രസംഗമൊക്കെ മുഴുവൻ അമ്മയെ പറ്റിയാണ് കേട്ടോ പറയുന്നത്. പ്രസംഗമൊക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ച് കുർബാന കഴിഞ്ഞ് പള്ളിമേടയിലേക്ക് പോകുമ്പോൾ എനിക്ക് പരിചയമുള്ള എൻ്റെ ഒരു സുഹൃത്തായിട്ടുള്ള ഒരു അപ്പച്ചൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അച്ചോ പ്രസംഗമൊക്കെ നല്ലായിരുന്നു, പക്ഷേ ഒരു 2 മിനിറ്റ് അപ്പന്മാരെ പറ്റിയും പറയാമായിരുന്നു. ഞങ്ങളും ഒരു വീട്ടിൽ ജീവിക്കണവരാണല്ലോ അല്ലേ, നമുക്ക് അങ്ങനെ ഒരു സങ്കടമുണ്ട്. എനിക്കും ഉണ്ടായിരുന്നു അത്. പിന്നീട് എൻ്റെ ആ സങ്കടം മാറ്റി ഇപ്പൊ ഞാൻ അമ്മയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൻ്റെ ആയും അമ്മയുടെ മായും ചേർന്നിട്ടൊരു ഷോർട്ട് ഫോമാണ് എൻ്റെ അമ്മ. അമ്മയിൽ അപ്പനുണ്ടെന്നുള്ള അങ്ങനെയാണ്. അതുകൊണ്ട് ഞാനിവിടെ ഇടയ്ക്ക് അമ്മയെന്ന് പറയുമ്പോൾ രണ്ടും കൂടിയും പെട്ടതാണ്. അത് എന്നെ പ്രചോദിപ്പിച്ചത് ഈ ചേട്ടനാണ്. എൻ്റെ ഈ ചേട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ട് അച്ഛാ, അമ്മമാര് ഒരു പ്രസവം നടത്തുമ്പോൾ അപ്പന്മാര് അതേസമയം 3 പ്രസവം നടത്തുന്നു. അപ്പൊ എനിക്കൊന്നും മനസ്സിലായി. അപ്പൊ ഞാൻ പറഞ്ഞു, ദൈവമേ, അപ്പന്മാര് പ്രസവിക്കാൻ തുടങ്ങിയ നമ്മൾ പത്രം വായിക്കാത്തതിന്റെ കുഴപ്പമാണ്. പക്ഷേ ഈ അപ്പൻ എൻ്റെ അടുത്ത് പറഞ്ഞത്, അച്ഛാ സാധാരണ ഒന്ന് പരിശോധിച്ച് നോക്കി. എന്താണ്, ഒരു വീട്ടിൽ ആദ്യം മരിക്കണത്, നോർമലി ആദ്യം മരിക്കണത് ആരായിരിക്കും വെച്ചാൽ? നമ്മുടെയൊക്കെ വീടുകളിൽ ആദ്യം മരിക്കണത് ആരാണ്? അപ്പനാണ്. അപ്പൻ ആദ്യം തന്നെ പോവും, പിന്നീട് വന്നാൽ മതി അമ്മയെന്ന് പറയും. കാരണം ഈ അമ്മ 1 പ്രസവിക്കുമ്പോൾ അപ്പൻ 3 പ്രസവിക്കുക വെച്ചാൽ, അതുകൊണ്ട് അപ്പന്മാർ പെട്ടെന്ന് മരിച്ചു പോകുന്നു. അപ്പം ഞാനിങ്ങനെ ആലോചിച്ച് നിൽക്കണുണ്ടപ്പോൾ തന്നെ ആ ചേട്ടന് മനസ്സിലായി അച്ഛന് സംഭവം പിടികിട്ടിയിട്ടില്ല. അപ്പോൾ ഈ ചേട്ടൻ ഒന്ന് വിവരിച്ചു തന്നു. അച്ഛാ, ഒരു സ്ത്രീ പ്രസവിക്കാനായിട്ട് ആശുപത്രിയിലേക്ക് അല്ലെങ്കിൽ ലേബർ റൂമിലേക്ക് പോകുമ്പോൾ ആ സ്ത്രീയുടെ ചിന്ത എന്തായിരിക്കും? അല്ലേ, ഇവിടെ പ്രസവിച്ച സ്ത്രീകൾ ഇവിടെ ഇരിപ്പുണ്ടല്ലോ, നിങ്ങളുടെ ചിന്ത എന്തായിരിക്കും? ഉള്ളിലുള്ള കുഞ്ഞിനെപ്പറ്റി മാത്രമായിരിക്കും ചിന്ത. പക്ഷെ പുറത്തിരിക്കണം ഞാനുണ്ടല്ലോ അച്ഛൻ, എനിക്ക് കുഞ്ഞിനെ പറ്റിയും അമ്മയും പറ്റിയും ഒരേപോലെ ചിന്തയാണ്. അതാണ് അച്ഛാ, അവൾ 1 പ്രസവിക്കുമ്പോൾ ഞാൻ 2 പ്രസവിക്കുകയാണ് അവിടെ തന്നെ. എനിക്ക് കുഞ്ഞിനെ പറ്റി മാത്രമല്ല, എനിക്ക് അവളെ പറ്റിയും ചിന്തയാണ്. അപ്പം 2 ഓക്കെ. ഞാൻ പറഞ്ഞപ്പോൾ 3-മത്തേണ് എനിക്ക് മനസ്സിലാവത്തത്. അമ്മ 1 പ്രസവിക്കുമ്പോൾ അപ്പൻ 2 ഓക്കെ, 3-മത്തത് എന്താണ്? അച്ഛാ, 3-മത്തെ പ്രസവം നടക്കണമെന്ന് വെച്ചാൽ ഈ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ഒരു ബില്ല് ഞങ്ങൾക്ക് കിട്ടും, അതോടെ 3-മത്തെ പ്രസവം നടക്കും. അപ്പൊ ശരിയാണ് അല്ലേ? അമ്മ കുഞ്ഞിനെ കണ്ടു കഴിയുമ്പോഴേക്കിനും വേദനയൊക്കെ മറന്ന് ആടിപ്പാടി നടക്കുമ്പോൾ അപ്പൻ ആ ബില്ല് കണ്ടോടുകൂടി ബോധം പോയി അവിടെ കിടപ്പുണ്ടാവും. അവസാനം തൊട്ടപ്പുറത്ത് ചിലപ്പോഴൊക്കെ ഈ ബില്ല് കണ്ടിട്ട് ഐശ്വര്യ കയറിയവരൊക്കെ ഉണ്ടാവും, ഇവിടെ തന്നെയൊക്കെ കാണും. അപ്പൊ ഞാൻ ആലോചിച്ചപ്പോൾ ശരിയാണ്. അതുകൊണ്ട് പിന്നീട് ഞാൻ അമ്മമാരോട് വളരെ സ്നേഹത്തോടുകൂടെ ഇടപഴകുമ്പോൾ അതേ സ്നേഹം, അതിനേക്കാൾ കൂടുതൽ സ്നേഹം എനിക്ക് അപ്പന്മാരോട് ഉണ്ടെന്നുള്ളത്. അതുകൊണ്ട് എൻ്റെ അമ്മ, ഞാൻ എൻ്റെ വായിലൂടെ അമ്മ എന്ന് പറയുമ്പോൾ അത് അപ്പൻ്റെ ആയും അമ്മയുടെ മായും ചേർന്നതാണ്. അതുകൊണ്ട് ഈ കത്തോലിക്ക ബർഗറിൽ എൻ്റെ പിന്നിൽ എന്നോടുള്ള സ്നേഹത്തെ പ്രതി സ്പന്ദിക്കുന്ന എൻ്റെ അമ്മയുടെ ഹൃദയം എന്ന് പറയുമ്പോൾ എന്നെ വളർത്തി വലുതാക്കിയിട്ടുള്ള ഓരോരുത്തരും എൻ്റെ പിന്നിലുണ്ട്. അവരെ ഇങ്ങനെ ചാരിയാണ് ഞാൻ നിൽക്കുന്നത്. അതുകൊണ്ട് എൻ്റെ ആധ്യാത്മികവും ഭൗതികവുമായ വളർച്ചയിൽ എന്നെ സഹായിക്കുന്ന ഓരോരുത്തരും എൻ്റെ പിന്നിലുണ്ട്. അവരുടെ സ്നേഹം എൻ്റെ പിന്നിലും ഈശോയുടെ സ്നേഹം എൻ്റെ മുന്നിലും.
ഇതിൻ്റെ പിന്നിൽ കോടാനുകോടി ആളുകൾ ഉണ്ടായാലും ഈ സ്നേഹത്തോട് ഈശോയുടെ സ്നേഹം തുലനം ചെയ്യുമ്പോൾ ഈശോയുടെ സ്നേഹം മുമ്പിൽ അതിങ്ങനെ ജയിച്ചു നിൽക്കും. അതുകൊണ്ട് ഈശോ ഒരു സൈഡിൽ ഒറ്റക്ക് മതി, അവിടെ മുഴുവൻ ഈശോ നോക്കിയിരുന്നു. അതിൻ്റെ പിന്നിൽ, നമ്മളുടെ പിന്നിൽ നമ്മളെ വളർത്തി വലുതാക്കിയവരുടെ ഒക്കെ ആ ഒരു യാഥാർത്ഥ്യം ഉണ്ടാകും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ സൃഷ്ടിക്കപ്പെട്ടത് കർത്താവിൻ്റെ ഛായയിലെ സാദൃശ്യത്തിൽ, അത് ഉറപ്പുള്ളൊരു കാര്യം. അങ്ങനെ സൃഷ്ടിക്കപ്പെട്ട ഞാൻ ജീവിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നത് ഈ രണ്ട് സ്നേഹത്തിൻ്റെ ഇടയിലാണ്. പ്രിയമുള്ളവരെ, വിവാഹം കഴിഞ്ഞിട്ടുള്ള കുറച്ച് പേരൂടെയുണ്ട്. കുടുംബത്തിൽ ജീവിക്കുന്നവരാണ് നിങ്ങൾ ഏതാണ്ട് എല്ലാവരും തന്നെ. ഇന്ന് നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട്, അച്ഛൻ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ ചെന്നിട്ട് ചോദിക്കണം അപ്പനോട്, അപ്പ ഈ അമ്മനെ എവിടെ നീട്ടിയാണെന്ന് ചോദിക്കും. അല്ല, ആ ടോൺ വ്യത്യാസം ശ്രദ്ധിക്കണോട്ടോ. അച്ഛൻ പറഞ്ഞ ടോണിൽ തന്നെ ചോദിക്കണം. അല്ലെ, അപ്പ ഈ അമ്മനെ, അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, അപ്പ ഈ അമ്മനെ എവിടെ നിന്നാണ് കിട്ടിയെന്ന് ചോദിക്കും. ഇവിടെ വിവാഹം കഴിഞ്ഞിരിക്കുന്നു, നിങ്ങൾ പരസ്പരം നിങ്ങളോട് ചോദിക്കുക, നിങ്ങളുടെ ജീവിത പങ്കാളിയെ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? എവിടെ നിന്ന് കിട്ടിയാണ്? കല്യാണം കഴിച്ചല്ലേ ചേട്ടാ? എവിടെ നിന്ന് കിട്ടിയാണ്? ഭാര്യ വീട്ടിൽ നിന്ന് കിട്ടിയാണ്? ഇടക്ക് കൊണ്ട് ആക്കണമെന്ന് തോന്നാറില്ലേ കാട്? തോന്നിട്ട്. പ്രിയമുള്ളവരെ, വിവാഹം, ചേട്ടന്റെ വിവാഹം എവിടെ വെച്ചായിരുന്നു? കാരപ്പള്ളിയിൽ വെച്ചാണ് ചേട്ടന്റെ വിവാഹം നടന്നത്. കാരപ്പള്ളിയിൽ എവിടെ വെച്ച്? പ്രിയമുള്ളവരെ, എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും വിവാഹം, അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. വിവാഹത്തിന് മാത്രം വധൂവരന്മാരുടെ സ്ഥാനം എവിടെയാണ്? ഇതിവിടെ. അല്ലാത്ത സമയത്ത് ഇവിടെ ഒന്ന് നിന്നാ അല്ലേ, എന്തോ കുഴപ്പമുണ്ടെന്ന് വിചാരിക്കും. ഇപ്പൊ നിങ്ങളുടെ ഒരാൾ പറഞ്ഞാലും ഇവിടെ ഒന്നിങ്ങനെ നിൽക്കേ, ഞാൻ വലിയ ദൈവം ഇവനെ നിനക്ക് കുഴപ്പമുണ്ടാവോ അല്ലേ? പക്ഷെ കല്യാണത്തിനാണെങ്കിൽ ഒരാൾ ഉണ്ടാവേമില്ല പള്ളിയിൽ, അല്ലെ? 1000 പേർക്ക് കല്യാണം വിളിച്ചിട്ടുണ്ടെങ്കിൽ പള്ളിയിൽ 50 പേരുണ്ടാവും. ബാക്കിയൊക്കെ തിന്നാൻ വരും. നാണാവില്ല നിങ്ങൾക്ക്? അതുകൊണ്ട് നിങ്ങൾ തീരുമാനിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്നെ ഒരു വിവാഹത്തിന് കൂദാശ പരികർമ്മം ചെയ്യുന്ന ഒരു പരിപാടിക്ക് എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ എല്ലാവരും തീരുമാനിക്കണം. എന്നെ ഒരു കല്യാണത്തിന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം മുതൽ അവസാനം വരെയുള്ള ബലിയർപ്പണത്തിൽ പങ്കെടുത്ത് വേണം ഞാൻ ഭക്ഷണം കഴിക്കാൻ പോകും. മാമോദീസ കൂടി, മാമോദീസക്ക് ഇതുവരെ കാണാത്ത ആൾക്കാരുണ്ടാവും ഇവിടെ, ഇല്ലേ? കണ്ടിട്ടുണ്ടോ മാമോദീസ? എനിക്ക് തോന്നുന്നില്ല. നിങ്ങളുടെ ചിലപ്പോൾ മാമോദീസ നടത്തിയ ബോധം ഉണ്ടായില്ല. നമുക്ക് മറ്റുള്ളവരുടെ മാമോദീസ നടത്താനുള്ള അവസരം കിട്ടാത്ത ഈ പിള്ളേരൊക്കെ ഞാൻ പറയുന്നത്, മാമോദീസ ഇടക്ക് മാമോദീസക്ക് വിളിക്കും. അപ്പോൾ എന്ത് ചെയ്യും നമ്മൾ? ഒരു കിറ്റൊക്കെ ആയിട്ട് അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടാവാമോ, ഒരു പൊതിയൊക്കെ ആയിട്ട് പോകും. എന്നിട്ട് ആ പൊതി ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കും. എന്നിട്ട് മടമടാന്ന് ഫുഡും കഴിച്ച് വീട്ടിലോട്ട് വരും. മാമോദീസ കൊച്ചിൻ്റെ പേര് ആദ്യ കുർബാന സ്വീകരണത്തിനും പോകും, അല്ലെ? ആദ്യ കുർബാന സ്വീകരണത്തിന് പോകുമ്പോഴും ചിലപ്പോൾ ഇത് തന്നെ ആയിരിക്കും. പള്ളിയിലൊന്നും നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാം. പ്രിയമുള്ളവരെ, കൂദാശകൾക്ക് വിളിച്ചാൽ നിങ്ങൾ ഇപ്പം തീരുമാനിക്കാൻ. അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ മെച്ചം എന്താണെന്നറിയാമോ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗ്ലാമർ കൊടുക്കും. എന്നെ എൻ്റെ അയൽപ്പക്കത്തെ ആള് വിവാഹത്തിന് വിളിച്ചേക്കും. അപ്പോൾ ഞാൻ പിതാവിനും പുത്രനും മുമ്പ് വന്ന് നിൽക്കുകയാണ്. വന്നു നിന്ന് ആ ചേച്ചിക്കും ചേട്ടനും വേണ്ടി പ്രാർത്ഥിച്ച് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ചു വരുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവും. അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ, അല്ലേ, നമുക്ക് അർഹതപ്പെട്ടതാണ് ആ ഭക്ഷണം. വിവാഹത്തിന് വിളിച്ച്, വിവാഹം എവിടെയാണ് നടക്കുന്നത്? പള്ളിയിൽ. വിവാഹത്തിന് പോയിട്ടില്ല, ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രം പോകും. പ്രിയമുള്ളവരെ, നിങ്ങൾ തീരുമാനിക്കണം, നിങ്ങൾ മനസ്സിൽ ഉറപ്പിക്കണം, എൻ്റെ ഇനിയുള്ള ജീവിതത്തിൽ എന്നെ ഇങ്ങനെയുള്ളൊരു കാര്യങ്ങൾക്ക് വിളിച്ചാൽ ഞാൻ ദൈവാലയത്തിൽ നടക്കുന്ന കൂദാശയിൽ കൂടെ പങ്കെടുത്തതിന് ശേഷം മാത്രമേ മറ്റുള്ള കാര്യങ്ങളിലൂടെ പോകത്തുള്ളൂ എന്ന് തീരുമാനിക്കും. പ്രിയമുള്ളവരെ, ഒരു വധൂവരനും ദൈവാലയത്തിലേക്ക് വിവാഹത്തിനായിട്ട് വരുമ്പോൾ അവരുടെ സ്ഥാനം ഇവിടെയാണ്. അപ്പം ഞാനിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ പള്ളിയിലൊക്കെ ഇരിക്കുമ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ആലോചിക്കാം, എൻ്റെ അപ്പനും അമ്മയും കൂടി കല്യാണം കഴിക്കാൻ വേണ്ടി പള്ളിയിൽ കയറി, അല്ലേ? നമുക്ക് ആലോചിക്കാവുന്നതാണ്. നമുക്ക് അന്ന് അവസരം കിട്ടിയില്ല, നമുക്ക് കാണാനുള്ള അവസരം ഉണ്ടായ മോളുണ്ടായില്ല, ആരും ഉണ്ടായിട്ടില്ല. ഞാൻ ഈ ദിവസങ്ങളിൽ ഒരു വീട്ടിൽ ചെന്നപ്പോൾ ഒരു കൊച്ച് ഒടുക്കത്തെ കരച്ചിലാണ്. എന്താണ്? എൻ്റെ അപ്പൻ്റെ അമ്മയുടെ കല്യാണത്തിന് എന്നെ വിളിച്ചില്ല അച്ഛാന്ന് പറഞ്ഞിട്ട് ഈ ഫോട്ടോ കണ്ടിട്ട് ഭയങ്കര കരച്ചിലാണ്. ഒരു പരിപാടിക്കും എന്നെ വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവന് 3 വയസ്സാവണുള്ളൂ. സാധാരണ കരച്ചിലല്ല, ഭയങ്കര കരച്ചിൽ, സങ്കടം വന്ന് കരയും.
അവനോട് ആ സമയത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. ആ സമയത്താണെന്ന് പറഞ്ഞാൽ ഫോട്ടോ എടുത്ത് ആൽബം നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്ന പറഞ്ഞപ്പോൾ അപ്പൻ വെറുതെ തമാശ, അന്ന് നിന്നെ വിളിച്ചില്ലടക്കാ, നീ ഉറങ്ങിയായിരുന്നു. അപ്പൊ പിന്നെ അവിടെ ദേഷ്യം വന്ന് ഭയങ്കര കരച്ചിലായിരുന്നു. പ്രിയമുള്ളവരെ, നമുക്ക് ചില കാര്യങ്ങൾക്ക് നമുക്ക് പങ്കെടുക്കാൻ പറ്റില്ല, എങ്കിലും നമുക്ക് ഭാവനയിൽ കാണാം അല്ലേ, നമ്മുടെ മനസ്സിൽ ഇങ്ങനെ. ഇപ്പൊ ഞാനിങ്ങനെ കാണാം, എൻ്റെ അപ്പൻ്റെ അമ്മയുടെ കല്യാണം നടന്നത് ഏപ്രിൽ 24 പള്ളിപ്പുറം പള്ളിയിൽ വെച്ചു അല്ലേ. നമ്മള് എൻ്റെ ജീവിത പങ്കാളിയെ എനിക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ, നേരത്തെ ചേട്ടൻ പറഞ്ഞ പോലെ അത് അവളുടെ വീട്ടിൽ നിന്ന് കിട്ടിയാണ് വെച്ചാൽ. ഇടയ്ക്കിടയ്ക്ക് അവിടെ കൊണ്ട് കാക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, നിങ്ങൾ ദൈവാലയത്തിൽ വന്ന് ബലിപീഠത്തിൻ്റെ മുന്നിലേക്ക് നിങ്ങളിങ്ങനെ കടന്നു വരുമ്പോൾ നിങ്ങൾ വരുന്നത് ഭാര്യയും ഭർത്താവായിട്ടാണ്? ആണോ? അല്ല, ഒരു ചെക്കനും ഒരു പെണ്ണും അല്ലെ, ആ വാക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, ചെക്കനും പെണ്ണും. ചെക്കനെത്തിയ കുറി കൊണ്ടുവന്നോ, പെണ്ണെത്തിയ അന്നവാ കുർബാന തുടങ്ങാം അല്ലെ, ആ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അപ്പൊ ചെക്കനും പെണ്ണുമാണ്. അപ്പോ ദൈവാലയത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ച് ഇവിടെ വന്ന് അങ്ങോട്ട് ഇരിക്കുക. ഇത് ബലിപീഠമാണ് അല്ലേ. ബലിപീഠത്തിന്റെ തൊട്ടടുത്ത് ഇങ്ങനെ ഇരിക്കാൻ പറ്റും. ബലിപീഠം കർത്താവ് ബലി അർപ്പിച്ച പീഠമാണ്. കർത്താവ് ബലി അർപ്പിച്ചത് എവിടെയാണ്? ശരിക്കും കർത്താവ് ബലി അർപ്പിച്ചത് എവിടെ? കുരിശിൽ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഏത് പള്ളി കയറിയാലും ആ പള്ളിയിൽ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട രൂപം ഏതാണെന്ന് അറിയാമോ? കുരിശ് രൂപമാണ്. കുരിശ് രൂപം നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കും. ചില പള്ളിയിൽ, ഇപ്പം നമ്മുടെ കത്തീഡ്രൽ പള്ളിയിൽ, അവിടെ ആൾത്താരുടെ മുകളിലുള്ള കുരിശ് രൂപമാണ്. അവിടെ എന്ത് രൂപമാണ്? ഉദ്ധാനം, ഉയർത്തെഴുന്നേറ്റ ഈശോയുടെ രൂപമാണ്. അപ്പോൾ എന്ത് ചെയ്യും? ചെറിയൊരു രൂപം ഇവിടെ കൊണ്ടുപോയി വെക്കും. ഇപ്പോൾ കത്തീഡ്രലിൽ വലിയ ഒരു കുരിശ് രൂപം സൈഡിലായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ ദൈവാലയത്തിലും, ബലിയർപ്പണം നടക്കുന്ന ദൈവാലയത്തിൽ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട ഒരു രൂപം ഏതാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ കണ്ണും പൂട്ടി മറുപടി പറഞ്ഞു, ഈശോയുടെ ക്രൂശിത രൂപം. അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഈ ബലിപീഠം ശരിക്കും കർത്താവിൻ്റെ കുരിശാണ്. കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക മതബോധന ഗ്രന്ഥത്തിൽ ബലിപീഠത്തിന് കൊടുത്തിരിക്കുന്ന ഒരു നിർവചനം എന്ന് പറയുന്നത് കർത്താവിൻ്റെ കുരിശാണ്. അപ്പോ ശരിക്കും ബലിപീഠത്തിന്റെ മുൻപിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ കുരിശിന്റെ ചുവട്ടിൽ ഇരിക്കുക എന്നുള്ളത്. കർത്താവിന്റെ കുരിശിന്റെ ചുവട്ടിൽ ആരാണ് സാധാരണ നിൽക്കുക? മാതാവാണ്. പിതാവായ ദൈവം പരിശുദ്ധ കന്യകാമറിയത്തിന് തീരെഴുതി കൊടുത്തിരിക്കുന്ന സ്ഥലമാണ് ഏത്? കുരിശിന്റെ ചുവട്. അപ്പൊ നമുക്കിങ്ങനെ ഭാവനയിൽ കാണാം. ഞാൻ നേരത്തെ പറഞ്ഞില്ല, എൻ്റെ അപ്പൻ്റെ അമ്മയുടെ വിവാഹം ഞാനിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ പള്ളിപ്പുറം പള്ളിയിൽ പോയിരിക്കുമ്പോൾ ഇവരിവിടെ കല്യാണം കഴിക്കാൻ വരുന്നത് ഞാനിങ്ങനെ മനസ്സിൽ കാണും. അന്നിങ്ങനെ വലിയ ഡെക്കറേഷൻ ഒന്നുമില്ല അല്ലേ, ഡെക്കറേഷൻ വളരെ കുറവായിരിക്കും. ഏത് മുഖത്തൊക്കെ ആളെ പിന്നെ കണ്ടാലും ആളാണെന്ന് മനസ്സിലാവും. ഇപ്പോൾ ആളെ കണ്ടിട്ടുണ്ടെങ്കിൽ 2 ദിവസം കഴിയുമ്പോൾ ഒരു കല്യാണം നടന്നിരുന്നല്ലോ, അത് ഏതാണ്? ഞാൻ തന്നെയാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് മുമ്പ് അങ്ങനെ ഉണ്ടായില്ല. 2 ആഴ്ച കഴിഞ്ഞ് കണ്ടാലും കല്യാണത്തിൻ്റെ അന്ന് കണ്ടാലും വലിയ വ്യത്യാസമൊന്നും ഉണ്ടായില്ല. വേണമെങ്കിൽ ഒരു ഇച്ചിരി പൗഡർ അതിങ്ങനത്തെ ഇങ്ങനെ തോണ്ടിയാൽ പോരാവുന്നതാണ്. ഇപ്പം തോണ്ടിയാലും പോരൂല അല്ലേ, അത് കളയാൻ വേണ്ടിയിട്ട് 3-4 ദിവസം എടുക്കണമെന്ന് വരും. നമുക്കറിയാം. അതുകൊണ്ട് ഇപ്പോഴത്തെ മനസ്സംഭവത്തിനും കല്യാണത്തിനും ഒക്കെ, മനസ്സംഭവത്തിന് ചിലപ്പോൾ ഞാൻ ചോദിക്കാം, രാവിലെ പള്ളിയിൽ വന്നോട്ടെ വെച്ചാൽ പള്ളിയിൽ വരാൻ പറ്റില്ല വെച്ചാൽ എന്താണ് 4 മണിക്ക് എഴുന്നേറ്റ് പോകണമെന്ന് പറയും. അപ്പോൾ ഞാൻ പേരിച്ച് വല്ല ആരാധന ഇല്ല വെച്ചാൽ മറ്റേ ബ്യൂട്ടീഷ്യൻ 4 മണിക്കാണ് വിളിച്ചേക്കണേ. അത് 4 മണിക്ക് അവിടെ ചെന്നിരുന്ന് ഉറക്കവും പോയി, അതുമില്ല ഇതുമില്ല. അവസാനം ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞ് ഭക്ഷണവും കഴിക്കില്ല, മാമോദിസക്ക് വന്ന് കാണുമ്പോൾ സങ്കടം തോന്നും നമുക്ക് അല്ല. ഈ മനസ്സംഭവത്തിൽ അല്ല, ഒരുപാട് സമയം നമ്മൾ വേറെ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ചെലവഴിക്കുന്നുണ്ട് എന്നുള്ളത്. പക്ഷെ ചെലവഴിക്കേണ്ട കാര്യങ്ങൾക്ക് പലപ്പോഴും നമ്മൾ സമയം കൊടുക്കുന്നില്ല. അപ്പൊ ഞാനിങ്ങനെ മനസ്സിലാലോചിക്കാം. അപ്പൊ എൻ്റെ അപ്പനും അമ്മയും കൂടി ഇങ്ങനെ പള്ളിപ്പുറം പള്ളിയിൽ മഞ്ഞമാതാവിൻ്റെ ദേവാലയത്തിൽ ഈ വികാരിച്ചൻ പറഞ്ഞതനുസരിച്ച് ഇവിടെ വന്നിങ്ങനെ നിൽക്കുക. അപ്പോൾ അതാരുടെ സ്ഥലമാണ് ശരിക്കും? ഞാൻ നേരത്തെ പറഞ്ഞതനുസരിച്ച് മാതാവിന് തീരെഴുതി കിട്ടിയ സ്ഥലമാണ്. അപ്പോൾ അവിടേക്കാണ് എൻ്റെ അപ്പനും അമ്മയും കയറി വെക്കണം. അപ്പനും അമ്മ ആയിട്ടില്ല കേട്ടോ, അവർ ഒരു ചെക്കനും പെണ്ണും കയറി വെക്കണം. അപ്പോൾ ചെക്കനോട് ആദ്യം ചോദിക്കുമ്പോൾ ആദ്യം പുരുഷനോട് ചോദിക്കണമെന്ന് വിചാരിച്ചു, എന്താണ് ഇവിടെ? അപ്പം വികാരിച്ചൻ പറഞ്ഞിട്ട് വന്നാണ്. ആദ്യം എനിക്കറിയേണ്ട ആവശ്യമില്ല, ഇത് എൻ്റെയാണ്, ഈ സ്ഥലം എനിക്ക് കിട്ടിയേക്കണേ, അതുകൊണ്ട് ഇവിടെ നിൽക്കാൻ പറ്റില്ല. അല്ല, നമുക്ക് നമ്മുടെ പറമ്പ് നമുക്ക് തീരെഴുതി കിട്ടിയേക്കണ ഒരു സ്ഥലത്ത് വേറൊരാൾ കയറി നിന്നാൽ നമ്മൾ സംശയം ചോദിക്കില്ലേ, ചേട്ടൻ എന്താണ് ഇവിടെ? ഇതെൻ്റെയാണ്. അതേപോലെ തന്നെ നിങ്ങൾ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് ഏതോ ഒരു ദൈവാലയത്തിന്റെ ബലിപീഠത്തിലേക്ക് കടന്നു വന്നപ്പോൾ ആ ദൈവാലയത്തിലെ ബലിപീഠത്തിന്റെ ഉമ്മറം സ്വന്തമാക്കിയിരുന്ന പരിശുദ്ധ കന്യകാമറിയം നമ്മളോട് ചോദിച്ചിട്ടുണ്ട്, ഇതെന്റെയാണ് ഇവിടെ ഇരിക്കാൻ പറ്റുന്നത്.
നമുക്ക് സങ്കടാവല്ലേ? നമ്മൾ ഉടുത്തൊരുങ്ങി കല്യാണം കഴിക്കാൻ വന്നാണ്, അപ്പം തന്നെ അതും അമ്മ പരിശുദ്ധ കന്യകാമറിയാണ് നമ്മളോട് പറയണത് ഇവിടെ ഇരിക്കാൻ പറ്റില്ല. പിന്നെ അമ്മയ്ക്ക് സങ്കടപ്പെടുത്താൻ ഇഷ്ടം, അതുകൊണ്ട് അമ്മ എന്തു പറയും? ഇവിടെ ഇരിക്കാൻ ഞാൻ സമ്മതിക്കില്ല, വേണമെങ്കിൽ എൻ്റെ മടിയിലിരുന്നു. പ്രിയമുള്ളവരെ, കത്തോലിക്ക കുടുംബത്തിന്റെ അഹങ്കാരം എന്ന് പറയുന്നത് ഞാൻ എന്ന കുടുംബം അല്ലെങ്കിൽ എൻ്റെ കുടുംബം പിറന്നു വീണത് പരിശുദ്ധ അമ്മയുടെ മടിയിലാണ്. അതാണ് കത്തോലിക്ക കുടുംബത്തിന്റെ ഒരു പ്രത്യേകത.